നമസ്കാരം. സർവകലാശാല വൈസ് ചാൻസലർ നിയമനങ്ങളെ പിടിമുറുക്കി കേന്ദ്രം. വൈസ് ചാൻസലർമാരുടെ നിയമനത്തിനുള്ള പൂർണ്ണ അധികാരം ചാൻസലറായ ഗവർണർക്ക് നൽകിക്കൊണ്ട് UGC ചട്ടങ്ങൾ പരിഷ്കരിച്ചു. കേരളത്തിലടക്കം സർവകലാശാല VC നിയമനത്തെ ചൊല്ലിയുള്ള ഗവർണർ സർക്കാർ പോര് തുടരുന്നതിനിടെയാണ് UGC നീക്കം. രാജ്യത്തെ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനത്തിനുള്ള പൂർണ്ണാധികാരം ചാൻസലറായ ഗവർണർക്ക് നൽകുന്നതാണ് UGCയുടെ പുതിയ പരിഷ്കാരം. അധ്യാപകരുടെയും അക്കാദമിക് സ്റ്റാഫുകളുടെയും നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനുമുള്ള പരിഷ്കരിച്ച കരട് ചട്ടങ്ങളിലാണ് ഗവർണർക്ക് പൂർണ്ണാധികാരം നൽകിയിരിക്കുന്നത്. വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി അധ്യക്ഷനെയും ഇനി ഗവർണർക്ക് നിർദ്ദേശിക്കാം. വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് 5 പേരുകൾ സെർച്ച് കമ്മിറ്റിക്ക് ചാൻസലറുടെ പരിഗണനയ്ക്ക് വിടാം. ഈ പേരുകളിൽ ഒരാളെ ചാൻസലർക്ക് VC-യായി നിയമിക്കാം. പുനർനിയമനത്തിനും അനുമതിയുണ്ട്. കേന്ദ്ര സംസ്ഥാന സർവകലാശാലകൾക്ക് പുതിയ ചട്ടം ബാധകമാണ്. ഇതിനു വിരുദ്ധമായി നടത്തുന്ന VC നിയമനം അസാധുവാകുമെന്നും UGC ചട്ടങ്ങളിൽ പറയുന്നു. നിയമം പ്രാബല്യത്തിൽ വന്നാൽ സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടിയാകും. 2018 UGC വിജ്ഞാപനത്തിൽ നിയമനാധികാരം ആർക്കെന്ന് കൃത്യമായി രേഖപ്പെടുത്താതിരുന്നത് സർക്കാർ ഗവർണർ പോരിന് വഴിവെച്ചിരുന്നു. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും ബംഗാളിലും ഗവർണർ സർക്കാർ പോര് നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് 2020 ന്യൂസ്.